അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ ബഅദ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഇഖ്റ ഗ്രൂപ്പിൽ നമ്മൾ മറ്റൊരു സംവാദത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ്. VP ഷംസുദ്ദീൻ മുസ്ലിയാരുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇവിടെ സലഫികൾ എഴുതിയിട്ടുള്ള വാദം, മഹാത്മാക്കൾക്ക് കണക്കും കയ്യുമില്ലാതെ അള്ളാഹു കഴിവ് നൽകും, അവരുടെ ജീവിതവും മരണവും സമമാണ്, അവരുടെ കൈയും കണ്ണും കാതും കാലും എല്ലാം അള്ളാഹു ആകും, അഥവാ ഈ അംഗങ്ങൾക്കെല്ലാം ദൈവികമായ ശക്തി ലഭിക്കും എന്നിങ്ങനെ സമസ്തക്കാർ വെച്ചു പുലർത്തുന്ന വിശ്വാസം അത് ശരിയായ പച്ചയായ ശിർക്കും വ്യക്തമായ കുഫറുമാകുന്നു എന്നാണ് നമ്മൾ വാദം എഴുതിയിട്ടുള്ളത്. മുസ്ലിയാർ മറുവാദം എഴുതിയത്, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കൈയും കണക്കും ഇല്ലാതെ അള്ളാഹു നൽകും, മഹാന്മാരുടെ ജീവിതവും മരണവും സമമാണ്, അവരുടെ അവയവങ്ങളിലൂടെ അസാധാരണ കാര്യങ്ങൾ യഥേഷ്ടം പ്രകടമാകും. ഇതാണ് സമസ്തക്കാർ വാദമായി എഴുതിയിട്ടുള്ളത്. സലഫികളുടെ വാദം എഴുതാൻ കാരണമായ രണ്ട് ഉദ്ധരണികൾ ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് CM സ്മരണയിൽ നിന്നാണ്. അതിലൊരു ഖുദ്സിയായ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിയാർ എഴുതുകയാണ്, ഈ ഹദീസിൽ കാത് ഞാനാകും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവന്റെ കാതിന്റെ സ്ഥാനത്ത് അള്ളാഹു തആല ആണ് എന്നല്ലല്ലോ, അത് അസംഭവ്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതിന്റെ ഉദ്ദേശ്യം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥലശബ്ദ വ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കും എന്നതാണ്. അപ്പൊ ഔലിയാക്കളെ സംബന്ധിച്ച്, അമ്പിയാക്കളെ സംബന്ധിച്ച് സമസ്തക്കാർ വിശ്വസിക്കുന്നത് ഷിയാക്കളുടെ, യഹൂദികളുടെ പിഴച്ച വിശ്വാസമാണ്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുമെന്ന് പറഞ്ഞാൽ തന്നെ കാഫറായി. കാരണം എന്താ? അള്ളാഹുവിനെ പോലെ യാതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഖുർആൻ സൂറത്ത് ഷൂറായിൽ പറയുന്നത് എന്താണ്? 13-ാമത്തെ സൂറത്തിലെ 11-ാമത്തെ ആയത്തിൽ ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്നാണ്. അപ്പൊ ഇവര് പറയാണ്, അള്ളാഹുവിനെ പോലെ, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അതും സ്ഥല ശബ്ദ വ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കുമെന്നാണ്. രണ്ടാമതായി ഞാൻ അതിന് നിദാനമായി വെച്ചിട്ടുള്ളത് ജീലാനി സപ്ലിമെന്റ് ആണ്. കൈയും കാലും കണ്ണും കാതും എല്ലാം അള്ളാഹു ആകുമെങ്കിൽ ആരെയും എപ്പോഴും എവിടെ വെച്ചും സഹായിക്കാൻ സാധിക്കുമെന്നതിൽ സംശയം എന്തിരിക്കുന്നു? അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമയ്ക്കും സഹായിക്കാൻ സാധിക്കും. വലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന ആയത്തിന് ഘടകവിരുദ്ധമാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായി യാതൊരുത്തനുമില്ല. അത് എല്ലാ വിഷയത്തിലുമല്ല, അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സിഫത്ത് പോലും. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കേൾവിയുടെ സിഫത്ത് വകവെച്ചു കൊടുക്കലാണ്. അള്ളാഹ് കാണുന്നത് പോലെ കാണുക എന്ന് പറഞ്ഞാൽ അത് സിഫത്ത് വകവെച്ചു കൊടുക്കലാണ്. മുസ്തഫൽ ഫൈലി മൊഹീദ്ദീൻ മാലിക് വ്യാഖ്യാനം എഴുതിയപ്പോൾ ഇതേ ഹദീസ് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്, അള്ളാഹു കാണുന്നത് പോലെ കാണും എന്ന് വിശദീകരിച്ചുകൊണ്ട് അയാൾ പറയാണ്, അള്ളാഹു കണ്ണാകും, അടിമയുടെ വലിയന്റെ കണ്ണാകും എന്ന ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഹലാലായത് മാത്രമേ കാണൂ എന്നുള്ളതാണ് അതിന്റെ വിശദീകരണം എന്നത് മുഹദ്ദിസുകളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനപ്പുറത്ത് ആ കണ്ണിന് ദിവ്യശക്തി പകരുക എന്നതു തന്നെയാണ് അതിന്റെ അർത്ഥം. ആ കണ്ണിന് ദിവ്യശക്തി പകരുക എന്നതു തന്നെയാണ് അതിന്റെ അർത്ഥമെന്ന് മുസ്തഫൽ ഫൈലിയെ പോലുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇത് പച്ചയായ കുഫറാണ് എന്നാണ് വ്യക്തമായി നമ്മൾ തെളിയിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് തെളിവായി ഞാൻ സൂറത്തു ശൂറ കൊണ്ടുവന്നു, സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടുവന്നു. സമാനമായ ആയത്തുകൾ വേറെയും കുറെ ഉണ്ട്. ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, സൂറത്തുൽ ബഖറയിൽ 21-ാമത്തെ ആയത്ത്. അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്, നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരായിരിക്കുമെന്ന്. എന്നാൽ കേൾവിയുടെ വിഷയത്തിൽ, അതേപോലെ തന്നെ കാഴ്ചയുടെ വിഷയത്തിൽ അള്ളാഹുവിന് സമത്വം കൽപ്പിക്കുകയാണ് ഇവിടെ സമസ്തക്കാർ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായി ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ 56-ാമത്തെ ആയത്താണ്. പറയുക നബിയെ, ഉദ്ഉ, നിങ്ങൾ വിളിച്ചോളൂ, നിങ്ങൾ ദുആ ചെയ്തോളൂ, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഇസ്തിഗാസ ചെയ്തോളൂ. അല്ലദീന സഅംതും മിൻ ദൂനി, അല്ലാഹുവെ കൂടാതെ ജൽപ്പിക്കുന്നവരോടൊക്കെ നിങ്ങൾ ഇസ്തിഗാസ ചെയ്തോളൂ. ആരോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്താലും ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല, നിങ്ങളിൽ നിന്ന് ദുരിതം നീക്കാനോ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനോ അവർക്ക് കഴിയുകയില്ല, അല്ലെങ്കിൽ അവർ ആ മാറ്റം വരുത്തൽ അവർ ഉടമപ്പെടുത്തുന്നില്ല. മുസ്ലിയാർ ഇവിടെ വാദം എഴുതിയത് യഥേഷ്ടം കഴിയുമെന്നാണല്ലോ. കയ്യും കണക്കുമില്ലാതെ
അള്ളാഹു നൽകും. അതുകൊണ്ട് മഹാന്മാർക്ക് അവരുടെ ജീവിതവും മരണവും ഒക്കെ ഒരുപോലെയാണ്. അതുകൊണ്ട് അവരുടെ അവയവങ്ങളുടെ അസാധാരണ കാര്യങ്ങൾ യഥേഷ്ടം പ്രകടമാകും. ഖുർആൻ പറയുന്നു ഫലാ യംലികൂന. ഇത് അംബിയാഇനെയും ഔലിയാഇനെയും വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് താനും. അതൊരിക്കലും വിഗ്രഹങ്ങളെ കുറിച്ചല്ല. തൊട്ടടുത്ത ആയത്ത് വായിച്ചാൽ അത് ക്ലിയർ ആണ്. അത് പണ്ഡിതന്മാർ, അത് മുഫസ്സിറുകൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി ഈ ആയത്ത് തഫ്സീർ ചെയ്യുന്നിടത്ത് പറഞ്ഞു ഇന്നമാ യംലികുഹു, അവൻ മാത്രമാണ് ഉടമപ്പെടുത്തുന്നത്. മുസ്ലിയാർ പറഞ്ഞ വാദം അനുസരിച്ച് എന്ത് ചെയ്യണം? അള്ളാഹു കൊടുത്ത കഴിവുണ്ടെങ്കിലും ഔലിയാക്കളും ഉടമപ്പെടുത്തണം. കാരണം യഥേഷ്ടം കൊടുക്കുന്നതാണല്ലോ. പക്ഷെ ഇവിടെ അതിന്റെ അർത്ഥം മുഫസ്സിറുകൾ വ്യക്തമാക്കിയത് ഇന്നമാ യംലികുഹു, അള്ളാഹു മാത്രമാണ് ഉടമപ്പെടുത്തുന്നത്. വയഖ്ദിറു അലൈഹി, അവൻ മാത്രമാണ്. അവൻ ആര്? ഖാലിഖുകും വഖാലിഖുഹും, നിങ്ങളുടെയും അവരുടെയും സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു മാത്രമാണ് ഉടമപ്പെടുത്തുന്നത്. അവന് മാത്രമാണ് കഴിയുന്നത്. അല്ലാതെ അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ അത് കഴിയും എന്നതല്ല. അതാണ് ഇവിടെ മുഫസ്സിറുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി ഇമാം ഇബ്നു കസീർ പറഞ്ഞു വൽ മഅന, അർത്ഥം അന്നല്ലദീ യഖ്ദിറു അലാ ദാലിക ഹുവല്ലാഹ്, ഈ കാര്യങ്ങൾ കഴിയുന്നവൻ അള്ളാഹു, അവനാണ്. അപ്പൊ അള്ളാഹു മാത്രമാണ്. അല്ലാതെ യഥേഷ്ടം അള്ളാഹു കൊടുക്കുന്ന കഴിവുകൊണ്ട് അമ്പിയാക്കൾക്കും സാധിക്കും എന്നല്ല. അങ്ങനെയാണ് അത് പറയണല്ലോ. അമ്പിയാക്കൾക്കും കഴിയും, അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് എന്നല്ല പറയേണ്ടത്. പക്ഷെ അള്ളാഹു മാത്രമാണ്. ഹുവല്ലാഹു വഹ്ദ ലാ ശരീക ലഹു, അവന് പങ്കാളികളില്ല. അല്ലദീ ലഹുൽ ഖൽഖു വൽ അംറു, അവനാണ് സൃഷ്ടിപ്പും അവനാണ് കൽപ്പനാധികാരവും എന്നാണ് ഇമാം ഇബ്നു കസീർ കൊടുത്തിരിക്കുന്നത്. ഇനി ഇബ്നു ജരീർ അത്വബരി ഇതേ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു ഫഇന്നഹും ലാ യഖ്ദിറൂന അലാ ദാലിക, നിങ്ങൾ അള്ളാഹുവെ കൂടാതെ വിളിക്കുന്നവർ. പ്രത്യേകം മനസ്സിലാക്കണം, വിഗ്രഹങ്ങളെ കുറിച്ചല്ല, മറിച്ച് അമ്പിയാക്കൾ, ഔലിയാക്കൾ, മലക്കുകൾ, ജിന്നുകൾ, അങ്ങനെയുള്ളവരെ കുറിച്ച് പറയാണ് ലാ യഖ്ദിറൂന അലാ ദാലിക, നിങ്ങൾ ഇസ്തിഗാസ ചെയ്താൽ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയില്ല. വലാ യംലികൂനഹു, അവർ അതിനുള്ള കഴിവ് ഉടമപ്പെടുത്തുന്നില്ല. വ ഇന്നമാ യംലികുഹു, മറിച്ച് അത് കഴിയുന്നത്, വയഖ്ദിറു അലൈഹി, അതിന് സാധിക്കുന്നത്, ഖാലിഖുകും വഖാലിഖുഹും, അവരുടെയും നിങ്ങളുടെയും സൃഷ്ടാവിന് മാത്രമാണ്, അഥവാ അള്ളാഹുവിന് മാത്രമാണ്. മുസ്ലിയാർ ഇവിടെ വാദം എഴുതിയതുപോലെ യഥേഷ്ടം ഔലിയാക്കൾക്കും അത് സാധിക്കുകയില്ല എന്നർത്ഥം. ഇനി ഇമാം റാസി റഹിമഹുല്ലാഹ് പറഞ്ഞത് വൽ മുസ്ലിമൂന യഖൂലൂൻ, മുസ്ലിങ്ങൾ പറയുന്നു ഇന്നൽ ഖദറൽ ഹാസുല മിൻ കശ്ഫിൽ ദുരി വ തഹ്സീലിൻ നഫ്ഇ, ദുരിതം നിവാരണം ചെയ്യാനോ ഒരു നേട്ടം നേടിയെടുക്കാനോ അത് സ്വന്തമാക്കാനുള്ള ഒരു കഴിവ് ഇന്നമാ യഹ്സുലു മിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ലാ മിനൽ മലായിക, മലക്കുകളിൽ നിന്നില്ല. അപ്പം അള്ളാഹു അല്ലാതെ മലക്കുകൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ നമ്മുടെ ഒരു ദുരിതം നീക്കാനുള്ള ഒരു കഴിവ് ഇല്ല. അള്ളാഹു കൊടുത്ത കഴിവുണ്ടെങ്കിലും അത് പറയണല്ലോ. ഇവിടെ സ്വയം കഴിവില്ല എന്നുള്ള വിഷയമൊന്നും ഇവിടെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. നേരെ മറിച്ച് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഔലിയാക്കൾക്കും അത് കഴിയേണ്ടതാണ് എന്നല്ലേ എഴുതേണ്ടത്. പക്ഷെ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നാണ് ഇവിടെ ഇബ്നു കസീർ എഴുതിയിട്ടുള്ളത്, ഖുർത്തുബി എഴുതിയിട്ടുള്ളത്, ത്വബരി എഴുതിയിട്ടുള്ളത്, റാസി എഴുതിയിട്ടുള്ളത് റഹിമഹുമുല്ലാഹ്. ഇമാം റാസി റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് വ്യക്തമായി വലൈസൽ മുറാദു അൽ അസ്നാം, ഇവിടെ വിഗ്രഹങ്ങളെ വിളിക്കുന്നവരെ കുറിച്ച് അവർക്ക് കഴിയൂല എന്നല്ല പറഞ്ഞത്. അതിന്റെ കാരണം എന്താ? ആരെയാണോ വിളിക്കുന്നത് ലിഅന്നഹു തആല ഖാല ഫീ സിഫത്തിഹിം, അവരുടെ സിഫത്തായിട്ട് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്? ഉലൈകല്ലദീന യദഊൻ, നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത് അവർ പ്രാർത്ഥിക്കുന്നവരാണ്. യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവരുടെ റബ്ബിലേക്ക് വസീല തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പൊ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആരാ? വിഗ്രഹങ്ങളല്ലല്ലോ, അമ്പിയാക്കളും ഔലിയാക്കളുമാണ്. ആ ഔലിയാക്കളെ ആരാ വിളിക്കുന്നത്? ആ വിളിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ ഈ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അഥവാ മലക്കുകൾക്കും ജിന്നുകൾക്കും ഒന്നും, അല്ലെങ്കിൽ മലക്കുകൾക്കും ജിന്നുകൾക്കും ഒന്നും കഴിയുകയില്ല എന്നത് തന്നെയാണ് എന്ന് വിശദീകരിച്ചതിന് ശേഷം ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്നത് ലാ യലീഖു ബിൽ അസ്നാമി അൽബത്ത വബ്തിഗാഉൽ വസീലത്തി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് വസീല തേടുക എന്നത് ലാ യലീഖു ബിൽ അസ്നാമിൽ ബത്ത, വിഗ്രഹങ്ങൾക്ക് ഒരിക്കലും യോജിക്കുന്നതല്ല. അപ്പൊ നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത് അവർ അള്ളാഹുവിലേക്ക് വസീല തേടുന്നവരാണ്. അള്ളാഹുവിലേക്ക് വസീല തേടുന്നവർ ആരാണ് മുസ്ലിയാരെ? അള്ളാഹുവിലേക്ക് വസീല തേടുന്നവർ അമ്പിയാക്കളും ഔലിയാക്കളുമാണ്, മലക്കുകളും സത്യവിശ്വാസികളായ ജിന്നുകളുമാണ്. ഇത് ഇമാം റാസി റഹിമഹുല്ലാഹ് ഈ കാര്യം വ്യക്തമാക്കി. അത് റാസി അതിനെ തുടർന്നുകൊണ്ട് കുറച്ചുകൂടി താഴോട്ട് പോയാൽ കാണാം അന്ന ദലീല താമുൻ കാമിൽ, തെളിവ് പൂർണ്ണമാണ്. വദാലിക, അത് ലിഅന്നൽ കുഫാറ, തീർച്ചയായിട്ടും കാഫറുകൾ കാനൂ മുഖരീന, അവർ വിശ്വസിക്കുന്നവരാണ്, ഉറച്ചു വിശ്വസിക്കുന്നവരാണ്, സംശയമില്ലാതെ വിശ്വസിക്കുന്നവരാണ് കാഫറുകൾ. ബി അന്നൽ മലായികത ഇബാദുല്ലാഹ്, മലക്കുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അല്ലാതെ മലക്കുകളെ കുറിച്ച് സ്വതന്ത്രമായ ദൈവങ്ങളാണ് എന്ന വിശ്വാസമൊന്നും മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇല്ല. മാത്രവുമല്ല അള്ളാഹു ആരാണ്? വഖാലിഖുൽ മലായിക, അത് അള്ളാഹു മലക്കുകളുടെ സൃഷ്ടാവാണ്.
വഖാലിഖുൽ ആലം, ലോകത്തിന്റെ സൃഷ്ടാവ്, ലാ ബുദ്ദ വ അൻ യകൂന അഖ്ദറ മിനൽ മലായിക, മലക്കുകളെക്കാൾ കഴിവുള്ളവരായിരിക്കുക എന്നത് അനിവാര്യമാണ്. വഅഖ്വാ മിൻഹും, അവർ മലക്കുകളെക്കാൾ അവൻ എന്തായിരുന്നാലും ശക്തിയുള്ളവനായിരിക്കണം. വഅക്മല ഹാലം മിൻഹും, മലക്കുകളെക്കാൾ അള്ളാഹു പൂർണ്ണതയുള്ളവനായിരിക്കണം. ഈ ബോധ്യം യഥാർത്ഥത്തിൽ ആർക്കുണ്ട്? കാഫിറുകൾക്കുണ്ട് എന്നാണ് ഇവിടെ ഇമാം റാസി റഹിമഹുല്ല ഇതിന്റെ തന്നെ താഴെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ കൃത്യമായി പറഞ്ഞു. ഇനിയും പിന്നെ നമ്മുടെ സമസ്തക്കാർ വെച്ച് പുലർത്തുന്ന വിശ്വാസം നിങ്ങൾ നോക്കൂ, അതിനെയും ഗണ്ണിക്കുന്നുണ്ട്. ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും ബി അൻഫുസിഹിം, അവർക്ക് നിങ്ങളിൽ നിന്ന് ഒരു ദുരിതത്തെ എന്താണ് അവരുടെ നഫ്സുകൊണ്ട് തടയാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ആ ദുരിതത്തെ അനാവരണം ചെയ്യാൻ അവർക്ക് കഴിയില്ല. അവർക്ക് സ്വയവും കഴിയില്ല. വലാ ബി ശഫാഅത്തിഹിം ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്തിട്ടും കഴിയില്ല. സമസ്തക്കാർ പറയുന്നത് ഞങ്ങൾ സ്വയം കഴിയും എന്നല്ല വിശ്വസിക്കുന്നത്, ശഫാഅത്ത് ചെയ്ത് അവർ ശരിയാക്കി തരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. രണ്ടും നടക്കൂല. ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും ബി അൻഫുസിഹിം, നഫ്സ് കൊണ്ടും സാധ്യമല്ല, അതായത് സ്വയം കഴിവുകൊണ്ടും അവർക്ക് സാധ്യമല്ല. വലാ ബി ശഫാഅത്തിഹിം ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അരികിൽ അവർ ശഫാഅത്ത് ചെയ്യുക വഴിയും സാധ്യമല്ല. മക്ക മുശ്രിക്കുകൾക്ക് ആ വിശ്വാസം ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അവർ പ്രാർത്ഥിച്ചിരുന്ന ആളുകളെ കുറിച്ച് വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അരികിൽ ഇവർ ശഫാഅത്ത് ചെയ്യുന്നവരാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. മുസ്ലിയാർ പറഞ്ഞ പോലെ പിന്നെ വാദം എഴുതിയപ്പോൾ പിന്നെ സൂചന നൽകുന്നത് പോലെ അവർക്ക് സ്വയം കഴിവുള്ള ഇലാഹുകളിലാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നതെങ്കിൽ, ഞങ്ങൾക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വാസമല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, പിന്നെ എന്തിനാണ് അവർ അള്ളാഹുവിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്യുന്നത്? സ്വയം കഴിവുണ്ടെങ്കിൽ ആ കഴിവുകൊണ്ടാണ് സഹായിച്ചാൽ പോരെ. അപ്പൊ അള്ളാഹുവിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്തിട്ട് അള്ളാഹു കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ള വിശ്വാസമേ ഇലാഹുകളെ സംബന്ധിച്ച് മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ ഇലാഹുകളാണ് എന്ന് അംഗീകരിച്ചു. ആ ഇലാഹുകളുടെ എല്ലാ സിഫത്തുകളും ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും വകവെച്ചു കൊടുത്തിട്ടും ഇലാഹാണ് എന്ന് നിങ്ങൾ വാക്കുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ക്ലിയർ ആണ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല. അവിടുത്തെ ഇബാദത്ത് എന്താ മുസ്ലിയാരെ? ദുആയാണ്, ഇസ്തിഗാസയാണ്. ഞങ്ങൾ ഇവരോട് ഇസ്തിഗാസ ചെയ്യുന്നില്ല എന്നതിനർത്ഥം. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ഔലിയാക്കളോട് ഇസ്തിഗാസ ചെയ്തിട്ടുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞു. അവർക്ക് സ്വന്തമായി തന്നെ കഴിവുണ്ട് എന്നായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമെങ്കിൽ പിന്നെന്തിനാണ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത് എന്ന ചോദ്യത്തിനും നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദുരിതം നീക്കാൻ അയിലായസ്തൂനതാലിക്ക, അവർക്ക് കഴിയുകയില്ല എന്ന് റാസി വ്യക്തമാക്കി. അദ്ദേഹം വീണ്ടും പറഞ്ഞു, സുമ്മ ഇന്നഹു സുബ്ഹാനഹു അക്കദ, അള്ളാഹു ഉറപ്പിച്ചു പറയുന്നു, അദമഖ്തിദാരിഹിം, അവരാരെയാണോ വിളിച്ചു തേടുന്നത് അവർക്ക് കഴിവില്ല എന്ന കാര്യം, ബിബയാനി ഗായത്തി ഇഫ്തിഖാരിഹിം ഇലല്ലാഹ്, അവർക്ക് തന്നെ അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. അവർ റബ്ബിനോട് ദുആ ചെയ്യുന്നവരാണല്ലോ. അപ്പം റബ്ബിലേക്ക് ആവശ്യമുള്ളവരാരാണ്? ഔലിയാക്കളും അമ്പിയാക്കളൊക്കെ റബ്ബിലേക്ക് ആവശ്യമുള്ളവരാണ്. മുസ്ലിം പറഞ്ഞ അങ്ങനെ തന്നെയാണല്ലോ, റബ്ബിനോട് പറഞ്ഞിട്ട് കാര്യം ചെയ്തിരുന്നല്ലേ. പക്ഷെ അങ്ങനെയുള്ളവർക്ക് തന്നെ ഫി ജൽബിൽ മനാഫി വദഫിൽ മവാരി, ഒരു പ്രയോജനങ്ങൾ നേടിയെടുക്കാനോ ദുരിതങ്ങൾ തടയാനോ റബ്ബിലേക്ക് ആവശ്യമുള്ള ആളുകൾ, അവർക്ക് നിങ്ങൾ അവരോട് ചോദിച്ചാൽ അള്ളാഹിന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നേടിത്തരാൻ കഴിയില്ല എന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. ഇനി മുസ്താൽ ആരിഫീനിൽ ഇമാം നവവി റഹിമഹുല്ല ഔലിയാക്കളുടെ കറാമത്തിനെ കുറിച്ച് പറഞ്ഞത്, വഖത്ത് തകൂനു ബിഗൈരി ഇഖ്തിയാരിഹി ഫി ഗാലിബിൽ ഔഖാത്ത്, ഈ കറാമത്ത് നടക്കുന്നത് ഭൂരിപക്ഷം സമയത്തും ഇഖ്തിയാർ അനുസരിച്ചല്ലാതെയാണ്. ഇഖ്തിയാർ അനുസരിച്ചും ഉണ്ടാകാം, എന്നാൽ ഇഖ്തിയാർ അനുസരിച്ച് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞവരുണ്ട് എന്നും ഇമാം നവവി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വാചകം മുസ്താൽ ആരിഫിയിലാണെങ്കിൽ ശർഹ് മുസ്ലിമിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അന്ന കറാമാത്തിൽ ഔലിയായി ഖദ് തഖഉ ബിഇഖ്തിയാരിഹിം വതലബിഹിം, ചിലപ്പോൾ അത് ഇഖ്തിയാർ അനുസരിച്ചും അവരാവശ്യപ്പെടുന്ന അനുസരിച്ചും കറാമത്ത് സംഭവിക്കും, ചിലപ്പോൾ സംഭവിക്കുന്ന ഉറപ്പില്ല കേട്ടോ. എന്നിട്ടോ അതാണ് ശരി. എന്താ സഹാബിന അൽ മുത്തക്കല്ലിമീന, നമ്മുടെ മുത്തക്കല്ലിമുകളായ അസഹാബിന്റെ അരികിൽ, വമിൻഹും, എന്നിട്ട് അദ്ദേഹം പറയണം അവരിലുണ്ട് ഒരു കൂട്ടർ, ആര്? മൻ ഖാല ലാ തഖഉ ബിഇഖ്തിയാരിഹിം വതലബിഹിം, ഇഖ്തിയാർ അനുസരിച്ചും തലബ് അനുസരിച്ചും ഈ എന്താണ് കറാമത്ത് സംഭവിക്കുകയില്ല എന്ന് പറയുന്നവരും നമ്മുടെ അസ്ഹാബിൽ ഉണ്ട്. അങ്ങനെ പറയുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് വ്യക്തമാക്കിയത് കൂടി ഞാനിവിടെ കേൾപ്പിക്കാം. ഏതായിരുന്നാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി ഒരു കാര്യം കൂടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഫവജബൽ ഖത്ഉ ബി അൻഹാ ലൈസത് ആലിഹ. ഈ ഫലാ യംലികൂന കശ്ഫൽ ദുർരി എന്ന് പറഞ്ഞത് അത് ഖണ്ഡിതമാണ്, ആലിഹത്തിനെ സംബന്ധിച്ചല്ല, മറിച്ച് അത് ഔലിയായിനെയും അമ്പിയാക്കളെയും മലക്കുകളെയും സംബന്ധിച്ചാണ് എന്നുള്ളതാണ്. ഖുർആന്റെ ചോദ്യം, മമ്മ യുജീബുൽ മുസ്തറ ഇദാ ദഅ, ഒരു ദുരിതബാധിതൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവൻ ആരാണ്?
വയക്ഷിഫുസു ദുരിതം നിവാരണം ചെയ്യുന്നവൻ ആരാണ്? വയജാലുക്കും ഖുലഫാഅ നിങ്ങളെ ഭൂമിയുടെ ഉത്തരാധികാരികളാക്കുന്നവൻ ആരാണ്? ആ ഇലാഹു മഅല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ വേറെ ഇലാഹുകളുണ്ടോ? ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഇവിടെ മുസ്ലിയാക്കന്മാര് അള്ളാഹുവിന്റെ കൂടെ വേറെയും ഔലിയാക്കളുണ്ട്, അമ്പിയാക്കളുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ ഉത്തരാധികാരികളായ ഔലിയാക്കളുണ്ട്, അതേപോലെ പ്രാർത്ഥിച്ചാൽ ദുരിതബാധിതരായ ആളുകൾക്ക് ഉത്തരം നൽകുന്ന പലരുമുണ്ട് എന്ന് സൂറത്തുൻ നംലിലെ 62-ാമത്തെ ആയത്തിന് ഘടകവിരുദ്ധമായി മുസ്ലിയാക്കന്മാർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ലാ യുസ്തഗാസുബി, എന്നോട് ഇസ്തിഗാസ പാടില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്യം എടുത്തു വെച്ചുകൊണ്ട് കൃത്യമായി ഇമാം സുബുക്കി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഖുദ്റത്തുൽ ഇലാഹിയത്തിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമേ റബ്ബിനോട് ചോദിക്കാവൂ. ഇതിൽ നമുക്ക് മനസ്സിലായി ഖുദ്റത്തുൽ ഇലാഹിയത്തിൽപ്പെട്ട അല്ലാഹു മാത്രം പ്രവർത്തിക്കുന്ന കാര്യങ്ങളുണ്ട്. അതല്ലാത്ത അള്ളാഹു സൃഷ്ടികൾക്ക് അവരുടെ പരിധിയിൽ സൃഷ്ടിപ്രകൃതത്തിന്റെ ഭാഗമായി വെച്ചു കൊടുത്ത കാര്യങ്ങളുമുണ്ട്. ഇതിൽ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട അവന്റെ കുതിരത്തിൽപ്പെട്ട കാര്യമാണ് ഇവിടെ സമസ്തക്കാരായ മുസ്ലിയാക്കന്മാർ, ബറേൽവികൾ, ഷിയകൾ എല്ലാം ഔലിയാക്കളോടും അമ്പിയാക്കളോടും ചോദിക്കുന്നത്. റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിച്ചാൽ അതിന്റെ പേരാണ് ശിർക്ക്. ഖുൽ ഇന്നമാ അദൂ റബ്ബി, നബിയെ പറയണം, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ അവരിൽ പങ്കു ചേർക്കുകയില്ല. വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ്യ ബഅദ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസിന ബിറദില്ലാഹി അമ്മാ ബഅദ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും നൂറ്റാണ്ടുകളായി നമ്മുടെ നാടുകൾ